നമ്മളെ വീട്ടിലൊരു ചെറിയ കുട്ടി അമൃതപ്പൊടി ഒറ്റക്ക് പോയി എടുത്ത് തിന്നുന്ന ആ കുട്ടിയാണ് ഈ കുട്ടൻ. പിന്നെ അത് വലിയ കുട്ടപ്പനായോണ്ട് അമൃതപ്പൊടി വേവിക്കാതെ അങ്ങനെ തന്നെ അങ്ങോട്ട് ചാപ്പിടല്ല. പിന്നെ കുക്കറിൽ ഇതാ കുറെ പൂളൊക്കെ ഇട്ട് കണ്ട് വേവിക്കാൻ വെക്കും. നേരം എന്താ കഴിക്കാൻ വേണ്ടി അതിനുള്ള പരിപാടി അവിടെ വേവിക്കുന്നതിന്റെ ഇടയിൽ പിന്നെയും അത് ഓടി വന്നു. ഞാൻ ഫ്രിഡ്ജിൽ ഒരു നൂഡിൽസിന്റെ പാക്ക് വെച്ച് ഇനിയിപ്പോ എമക്ക കണ്ണു വീഡിയോ എടുക്കായി പോയി അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വാരി പാഞ്ഞു അവിടെ തിരക്കടിച്ച് കുക്ക് ചെയ്യുന്നതിന്റെ ഇടയിലാണ് മൂപ്പര് നൂഡിൽസ് ഉണ്ടാക്കി. നമുക്ക് ചൂടായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളൊക്കെ കണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ എന്റെ അടുത്ത് നിന്നാൽ നാളെ ഞാൻ പണിയെടുക്കാൻ ജീവനോട് ഉണ്ടാവില്ല പറഞ്ഞ് ഉമ്മ അങ്ങോട്ട് മാറി ഉണ്ടാക്കണ ആവശ്യം കണ്ട ബിരിയാണി വെക്കാൻ പോവാന്ന് ഇടയിലൊക്കെ ഓടി വന്ന് ഉമ്മ കറി റെഡിയാക്കാൻ പോകും. വീഡിയോ എടുക്കണ കണ്ട ഒരു കുപ്പായൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പർക്ക് അതൊരു വിഷയമല്ല. അമ്മ പറയും കുപ്പായിടാത്ത മൈമാക്കാണ്. ഇവർക്ക് പിന്നെ ടേസ്റ്റോട് കൂടി തിന്നണം. അതിനോട് പിന്നെ കോയിമുട്ടി വെച്ചു കൊടുക്കും. നെയ്സരി പൊടി തിന്നങ്ങോട്ട് ദയിച്ചോന്നാവും. തിന്നുമ്പോഴെങ്കിൽ കുപ്പായ ഇട്ടിക്കണ് ഹയർ ഭക്ഷണത്തിനോടുള്ള ബഹുമാനം കൊണ്ടാവും. ഇങ്ങനെ കോലം കണ്ടാ പിന്നെ നൂഡിൽസിന്റെ പരിസ്ഥിതി കൊടുക്കാൻ പറ്റും. കൊണ്ടും സ്പൂണോണ്ടും വലിക്കലും നീട്ടലൊക്കെ ഉണ്ട്. പൂളേക്ക് ഇടാനുള്ള മത്തി വേവിച്ചതാട്ടോ. നേരത്തേക്ക് തിന്നാൻ മത്തിട്ട പൂളക്കറി ഇട്ട് വെക്കണത്. ശാലിയും മത്തി ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെയാണെങ്കിൽ നല്ല ടേസ്റ്റും വേവിച്ച മത്തിന്റെ മുള്ളൊക്കെ എടുത്ത് കൊടുക്കണം. അങ്ങനെയെങ്കിലും ഇങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ടേ. ഇവിടെ നോമ്പുള്ളവരുണ്ടായോണ്ട് മുട്ടബജിയും പൊരിക്കുന്നുണ്ട്. ലെറ്റ്സ് ആഡ് മത്തി ഇട്ട് പിന്നെ മത്തിന്റെ കറി കുറച്ച് ബാക്കി വെച്ചാണ്ട് ഇതിലേക്ക് ഒതുക്കി വെച്ച തേങ്ങ ഇട്ടാണ്ട് ഒന്ന് പതിപ്പിച്ചെടുക്കാം. തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് ഇളക്കി മറിച്ച് അതും റെഡി. നൗ വി ആർ ഗോയിങ് ടു ഈറ്റ് ഇറ്റ്. അപ്പൊ ശരിയേ.